ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആക്ച്വലി. ഇത് എന്റെ ഏറ്റവും ബെസ്റ്റ് വർക്ക് ആവണം, ആയേ പറ്റുള്ളൂ. നമ്മുടെ ഈ വീഡിയോക്ക് എങ്ങനെയെങ്കിലും നല്ലൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കണം. പ്രത്യേകിച്ച് ഈ പ്രായമായ കപ്പിൾസിന്റെ സേവ് ദ വീഡിയോ ഒക്കെ ചെയ്യാൻ കിട്ടുന്ന അവസരം അങ്ങനെ എപ്പോഴും ഉണ്ടാവില്ലല്ലോ. നീ ഇതെല്ലാം കേൾക്കുന്നുണ്ടാ? ഇവിടെ ശ്രദ്ധിക്കടാ, ഫോണെടുത്ത് തോട്ടിക്കളെ വിട്ടാ. ഇത് മനുഷ്യനെ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്തോണ്ടിരാൻ നോക്കുമ്പോഴാണ്. നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തു കൊടുത്താ പോരെ? അതത്ര എളുപ്പമല്ല നിതിൻ. വെറുതെ ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ അത് പാളിപ്പോവും. അവരുടെ പ്രായം അനുസരിച്ചിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കണം. എന്റെ മനസ്സിൽ 1-2 ഐഡിയാസ് ഉണ്ട്. അത് പേപ്പറിലാക്കിയിട്ട് ഞാൻ സാറിനോട്. ഇവളുടെ കോൺസെപ്റ്റ് അല്ലേ, സൂപ്പർ ആയിരിക്കും. പ്രോബ്ലം സോൾവ്ഡ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് അവരുടെ മകൾക്ക് അവരുടെ കല്യാണത്തിൽ അത്ര ഇഷ്ടമല്ലെന്നാണ്. അവരെങ്ങനെ പറഞ്ഞോ? അവരങ്ങനെ പറഞ്ഞില്ല, പക്ഷെ അവര് മകളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അവരുടെ ഫേസിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു പെയിൻ. സ്വന്തം കല്യാണത്തിന് മക്കള് പപ്പടം വിളമ്പില്ലെങ്കിൽ ആർക്കും കാണും ഒരു പെയിൻ. നീ ആ വിഷ്ണുവിന്റെ കൂടെ ചേർന്ന് നല്ല വൃത്തിയിടാവുന്നുണ്ട്. ഒരു തമാശ പറഞ്ഞല്ലേട്ടാ. മകൾക്ക് താല്പര്യമില്ല, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല ചോദ്യം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? അവരുടെ കോണ്ടാക്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചിട്ട് അവരായിട്ടൊരു മീറ്റിംഗ് സെറ്റ് ചെയ്തിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റണം. അയ്യേ, എന്തയ്യേ, അതൊക്കെ മോശമാണ്. നമ്മള് അതൊക്കെ അവര് തന്നെ പറഞ്ഞ് സെറ്റാക്കിയ പോരെ? അത് പോരാ, നമ്മുടെ ഇൻവോൾവ്മെന്റ് അതിൽ തീർച്ചയായിട്ടും വേണം. എടാ, നിനക്ക് എന്താ ഇത്ര മടി? നിനക്ക് പണിയെടുക്കാൻ പറ്റത്തില്ലേ? അല്ലടാ, പണിയെടുക്കാൻ മടിയായിട്ടല്ല, പിന്നെ ഫാമിലി ഇഷ്യൂസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്താ പോരെ? വർക്ക് പോലും. എടാ, ഇതൊരു സോഷ്യൽ സർവീസ് ആയിട്ട് കൂട്ടിയാൽ മതി, മനസ്സിലായോ? എടാ, ഇനി ഭാവിയിൽ ഇതുപോലത്തെ കല്യാണങ്ങൾ കൂടുതലായിട്ടുണ്ടാവും. എടാ, ഇതുപോലത്തെ മെജോറിറ്റി കല്യാണങ്ങൾ നടക്കാത്തതിന്റെ മെയിൻ റീസൺ അവരുടെ മക്കൾക്ക് ഇതിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, മനസ്സിലായോ? ഇവിടെ ഒരാളെങ്കിലും മാറ്റി ചിന്തിക്കുവാണെങ്കിൽ എത്ര നല്ലതല്ലേ, അല്ലേ? അപ്പൊ ഈ ദൗത്യം ഞാൻ ഏറ്റെടുത്തോളാം. ഇതൊരു വലിയ ദൗത്യമൊന്നുമല്ല. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, അവരുടെ കോണ്ടാക്ട് ഒപ്പിച്ചിട്ട് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടാണെങ്കിലും എനിക്കൊരു മീറ്റിംഗ് ഒപ്പിച്ചെന്നാൽ മാത്രം മതി, മനസ്സിലായോ? നമുക്ക് നോക്കാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ചെയ്യ്, സെറ്റ് ആയിട്ട് വിളിക്കട്ടാ. എന്താടാ പറ. എടി, നീ നോക്കിക്കോളില്ലേ? നീ ഏറ്റെടുത്തപ്പോഴേ എനിക്ക് തോന്നി. എടാ, നീ എന്നെ എന്തെങ്കിലും പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കടാ. എടാ, എന്താണ് ഇപ്പൊ നിന്റെ പ്രശ്നം? നീ ആദ്യമായിട്ടൊരു കഥ എഴുതി, നിന്റെ അഭിപ്രായ പ്രകാരം സാമയിൽ അഭിനയിച്ചു, അവൻ നന്നായിട്ട് അഭിനയിച്ച് അവന് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ അവനെ തിരിച്ചറിയുന്നുണ്ട്. അതിന് നിനക്ക് എന്ത് ഇത്ര വിഷമം? എടാ, അവനെ ആൾക്കാർ തിരിച്ചറിയുന്നല്ല എന്റെ പ്രശ്നം. പിന്നെ എടാ, ഞാൻ നന്നായിട്ട് എഴുതിയോണ്ടല്ലേ അവന് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റിയത്. പക്ഷെ ആൾക്കാരുടെ വർത്താനം കേട്ടാത്തൊന്നും എനിക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല. ആൾക്കാർ സത്യം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? നീയും കൂടെ തുറന്നോടാ. എന്താ ഒരു കാര്യം പറയട്ടെ? നിരുത്സാഹ സംഭാഷണ ശകലം പാടില്ല പ്ലീസ്. വേണ്ട, ഇതൊരു ഓർമ്മ ശകലാണ്. അതെന്ത് ശകലം? നിനക്കൊരു ഓർമ്മയുണ്ടോ? അന്ന് മീനു നിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് നന്നായെന്ന് പറഞ്ഞ നീയൊക്കെ കൂടി എന്തോരം എന്നെ തേച്ചൊട്ടിച്ചാണ് ഇവിടെ കിടന്ന്. അത് എന്ത് ബന്ധം? ബന്ധമുണ്ട്. അത് ഫോട്ടോ വൈറലായി, ഇത് ഷോർട്ട് ഫിലിം വൈറലായി. എടാ, നിനക്കന്ന് ഇത്രയും പൊളിഞ്ഞത് ഞാൻ മനസ്സിലാക്കിയില്ലടാ. മനസ്സിലാക്കി, നന്നായി. പക്ഷെ നീ വിഷമിക്കണ്ട, ഈ ഷോർട്ട് ഫിലിം ചെയ്തതിന്റെ ഗുണം നിനക്ക് എന്തായാലും കിട്ടും. അത് ഈ പറഞ്ഞ പോലെ ആൾക്കാർ സെൽഫി എടുക്കാൻ വരുന്നുള്ളതല്ല, നീ ഡിസേർവ് ചെയ്യുന്ന ഗുണം കിട്ടും. ആണല്ലേ? എന്നാലും നിനക്ക് അത് അത്രയും പൊളിഞ്ഞിരുന്നത് ഞാൻ മനസ്സിലാക്കിയില്ലേ? മനസ്സിലായല്ല? ക്ലിയർ ആയിട്ട് മനസ്സിലായി. അതിന്റെ സന്തോഷത്തിൽ ഞാൻ നിനക്കൊരു കട്ടൻ ചായ ഇട്ട് തരട്ടെ? പാൽ ചായ മതി. പാലില്ല. കട്ടനല്ലേ. സാമേ, നീ എന്തായാലും സിനിമയിൽ ട്രൈ ചെയ്യണം. ഇപ്പൊ തന്നെ ആൾക്കാർക്ക് നിന്നെ ഇഷ്ടമായി തുടങ്ങി. അഞ്ചു പറയുന്ന പോലെ ഒന്നുമല്ല, ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത പോലെ സിനിമയ്ക്ക് ഒരുപാട് ദൂരെയാണ്. ഡി ഐ ജി എത്ര നാളായി? ഡി ഐ ജി റൈറ്റർ അല്ലേ? അതുപോലെയല്ല ആക്ടേഴ്സ്. നല്ല ആക്ടേഴ്സിനൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെ ചാൻസ് ഉള്ള കാലമാണ്. ശരിയാണ്, പക്ഷെ എൻ്റെ ബിസിനസ് സ്വപ്നങ്ങളൊക്കെ. അതിനിപ്പോ എന്താ, ബിസിനസ് ആക്ടർ ആയാലും ചെയ്യാലോ. എത്ര ആക്ടേഴ്സാണ് ബിസിനസ് ഒപ്പം നോക്കി നടത്തിക്കൊണ്ട് പോകുന്നത്? ഒരേ സമയം തന്നെ അവർ നല്ല ആക്ടേഴ്സുമാണ്, നല്ല ബിസിനസ്സുകാരുമാണ്. ശരിയാണ്, എന്നാലും ചെറിയൊരു കാര്യം. ഇത്രയും നാളും കാത്തിരുന്ന $1 മില്യൺ ഐഡിയ ഇതാണെങ്കിലോ? ഇതോ? ഒന്നുമില്ല, ഇനി പതുക്കെ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങണം. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്?
സാമ റിസൾട്ട് വന്നു. ഏ നോക്കട്ടെ നോക്ക്. DG നോക്കട്ടെ. ആ നോക്ക്. മികച്ച സിനിമ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇല്ല. മികച്ച സംവിധായകൻ സുഹാസ് KP. മികച്ച നടൻ ജിജോ ജേക്കബ്. എടാ സാരം യോ മികച്ച തിരക്കഥ തുടർക്കഥകൾ ദീപകിന്ദ്ര ഗോവിന്ദ്. പറ്റിക്കരുത്. പറഞ്ഞോളൂ. ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്ത്? നിന്റെ ടാലന്റ്. ഓ സത്യത്തില് നീ ഒരു അസൽ എഴുത്തുകാരനാണ്. നിന്റെ തിരക്കഥയുടെ ഒരു ശക്തിയാണ് ശരിക്കും പറഞ്ഞ ഇവനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. കൺഗ്രാറ്റ്സ്ഡാ. താങ്ക് യു സാങ്കുട്ടാ. എടാ നിന്റെ തിരക്കഥയുടെ ഒരു പവർ ഉണ്ടല്ലോ, അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഓഫ്, അടിപൊളിയാണ്. നിന്റെ അവസാനത്തെ ക്ലൈമാക്സിലെ തോട്ടുണ്ടല്ലോ, സൂപ്പർ. അപ്പോൾ എൻ്റെ ആക്ടിങ്. എടാ നിന്റെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യിപ്പിച്ച എങ്ങനെയാ? ഇവന്റെ തിരക്കഥയുടെ ഗുണമല്ലേ ഇത്? എടാ അതും വെറും തിരക്കഥയാണോ? അവാർഡ് കിട്ടിയ തിരക്കഥ. ഐ എം പ്രൗഡ് ഓഫ് യു മാൻ. അങ്ങനെ ആവട്ടെ. അപ്പോൾ ഞാനോ? നീയും പ്രൗഡ് ഓഫ് യു. അല്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്റെ പേരാരാണ് കൃത്യമായിട്ട് അവിടെ എഴുതി കൊടുത്തത്? ഇന്ദുഗോപൻ എങ്ങനെയാടാ ഇന്ദിരാ ഗോവിന്ദനായത്? അത് ഞാനും ശ്രദ്ധിച്ചു. അതെ, ഞാൻ ഈ അവാർഡ് കിട്ടിയ സംഭവം സുഹാന അടുത്തൊന്ന് പോയി സർപ്രൈസ് ചെയ്തിട്ട് കാലം. പ്രൊഡ്യൂസറാണോ അത്ര? പ്രൊഡ്യൂസർ. കൺഗ്രാറ്റ്സ് ബ്രോ. താങ്ക്സ്.